ബംഗ്ലാദേശിന് അങ്ങ് ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല. ബംഗ്ലാദേശ് പറയുന്നത് എങ്ങനെയെങ്കിലും ഇന്ത്യയെ തീർക്കണം, ഇന്ത്യ തീർത്തിട്ടേ ഇനി സമാധാനമുള്ളൂ എന്നാണ് പറയുന്നത്. ഈ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം അതുപോലെയാണ് നമ്മുടെ ബംഗ്ലാദേശിന്റെ ഇതിനിടയ്ക്ക് നമ്മുടെ വടക്ക് കിഴക്കൻ അതിർത്തികൾ ബംഗ്ലാദേശ് പിടിച്ചെടുക്കുക. അവിടെ ഭൂപടം വരെ വരച്ചു ഓമാര്. പക്ഷെ ആ ഭൂപടം വരച്ചതിന്റെ പിറ്റേ ദിവസം ഇന്ത്യ അങ്ങ് ചെന്ന് കയറിയിട്ട് പറഞ്ഞു ഇവിടെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ഉപഗ്രഹം വഴി അറിയുന്നുണ്ട്. കൂടുതൽ കളിച്ചാൽ ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ 7 പേരാവും, അതുകൊണ്ട് കൂടുതൽ കളിക്കാൻ നിൽക്കണ്ട. അതിപ്പോ ബംഗ്ലാദേശിന്റെ ഏതോ ഒരു ജനറൽ മേജറോ ജനറൽ അല്ല, അതായത് അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി മുൻ മേധാവിയുടെ മകനായിരുന്നു അവിടുത്തെ റിട്ടയർഡ് ബ്രിഗേഡിയർ ജനറൽ ആയിട്ടുള്ള അബ്ദുള്ള റഗീൽ അമാൻ അസ്മി, എന്തൊരു പേര്, നീണ്ട പേര്. അദ്ദേഹമാണ് പറഞ്ഞത് ധാക്കയിലെ നാഷണൽ തിയേറ്ററിൽ നടന്ന ഒരു പരിപാടി വെച്ചിട്ട് പ്രഘോഷിച്ചത്. കാരണം ഇപ്പൊ അനുകൂലമായ അന്തരീക്ഷം ഉണ്ടല്ലോ അവിടെ. ജമാഅത്തെ ഇസ്ലാമി ഭരണത്തിൽ പിടിമുറക്കിയിരിക്കുകയാണ്. മുഹമ്മദ് യൂനുസ് ഒരു സാലഭഞ്ചികയായിട്ട് മാത്രം അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അനുകൂലമായിട്ട് അന്തരീക്ഷം ആകപ്പാട്. അപ്പൊ ഇന്ത്യ ഒന്ന് കഷ്ണമാക്കി ഒന്ന് കട്ട്ലറ്റ് ആക്കണം. അതൊന്ന് സ്വാദ് കൂട്ടി ഒന്ന് കഴിച്ചെങ്കിലേ ഈ പുള്ളിക്ക് മട്ടൺ കട്ട്ലറ്റാണ് ഒന്ന് ശരിയാവത്തുള്ളൂ. അതിങ്ങനെ കൊതിച്ചിരിക്കുകയാണ് പുള്ളി. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ നമുക്കൊന്ന് ചിന്ന ഭിന്നമാക്കി കളയാൻ നോക്കിയപ്പോ ഇന്ത്യ ഇത് വലിയ വിശാലമായ രാജ്യം. ഈ കൊഴുത്ത കാളക്കുട്ടികളെയൊക്കെ കാണുമ്പോൾ, ആട്ടിൻകുട്ടികളെയൊക്കെ കാണുമ്പോൾ തോന്നുന്ന ഒരു കൊതി പോലെ ഇത് വെട്ടി മുറിച്ചിട്ട് നമുക്ക് തുണ്ടമാക്കി കട്ട്ലറ്റ് ആക്കി നല്ല സ്വാദായിരിക്കും എന്നൊരു പൂതി മൂപ്പിലെ. നമ്മൾ ഒരു കാര്യം ഓർക്കണം, ആ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി എല്ലാം പറയുന്നതും ലോകത്തെല്ലാമുള്ള ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നതും ഒന്നിന്റെ ശാഖകളാണ്.